give the heading mix of raw material input. പോയിന്റ് നമ്പർ ബി. എങ്ങനെ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ആദ്യം സിംഗിൾ റോ മെറ്റീരിയൽ ഇൻപുട്ട് ആണെങ്കിൽ ഇപ്പോൾ ഏതാ? മിക്സ്. ഇപ്പോഴും നമ്മളുള്ളത് എവിടെ തന്നെയാണ്? മെറ്റീരിയലാണുള്ളത്. ലേബറിന് ഇതുപോലെ ഉണ്ടാവും, സിംഗിളും ഉണ്ടാവും മിക്സും ഉണ്ടാവും. ഒരാൾ മാത്രം പണിയെടുക്കുന്ന ജോബ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന ജോബുണ്ട്. മിക്സ് ഓഫ് റോ മെറ്റീരിയൽ ഇൻപുട്ട്. മക്കളെ ഇവിടെയും സ്റ്റെപ്പുകൾ എന്താണ്? ഒന്നാണ്. നിങ്ങൾ മെറ്റീരിയൽ പഠിച്ചോ ലേബർ പഠിച്ചോ ഏത് കോസ്റ്റ് ആണെങ്കിലും സ്റ്റെപ്പ് രണ്ടെണ്ണമായിരിക്കും സെയിം. ഏത് സ്റ്റെപ്പാ? സ്റ്റെപ്പ് 1 ഏതാ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. നിങ്ങൾ റെസ്പോൺസ് വളരെ കുറവുണ്ട്. കമ്പ്യൂട്ടേഷൻ ടേബിൾ. സ്റ്റെപ്പ് 2 ഏതാ? വേരിയൻസ് കാൽക്കുലേഷൻ. ശ്രദ്ധിച്ച് നോക്കൂ. കമ്പ്യൂട്ടേഷൻ ടേബിളിൽ 1 ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്പർ 2 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. നമ്പർ 3 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സെയിം ആണല്ലോ. ഇനി 4 ഏതാണെന്നറിയോ? ഈ 3 തന്നെ അങ്ങോട്ട് ഇടുക. എന്താ വരിക? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഈ ആക്ച്വൽ ക്വാണ്ടിറ്റിനെ ഒന്ന് വേറെ സാധനത്തോട് പ്രിഫിക്സ് ചെയ്യുക. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നിടാം. കൃത്യമായ ലോജിക് ഉണ്ട്, വിൽ ഡിസ്കസ്. ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത് അറിയോ? ചില ആളുകൾക്ക് അത് എന്താ, ചിലരുണ്ടോ അത് എന്താന്നിങ്ങനെ ആലോചിച്ചിരിക്കും. ഓക്കെ അല്ലേ? അത് എന്താന്നുള്ളത് ഞാൻ പറയാലോ. ഞാനങ്ങനെ പറയാമെന്ന് പറഞ്ഞൊക്കെ ഞാൻ പറയുന്നില്ലേ? ഇല്ല. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, മിസ്സിങ് ഉണ്ട്. എനിക്കറിയാം. അത് ഞാൻ ABC എടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? പറയാം. ഓക്കെ അല്ലേ? ഇപ്പോഴും അബ്സോർപ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ചെറിയ രീതിയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് വെച്ച് പറഞ്ഞില്ലേ, അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തരണം. കാരണം അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ABC എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഏതാ തേർഡ് 1? ഫോർത്ത് 1 ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ഞാനിതിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്? പുതിയൊരു സാധനം ഇവിടെ ഏതാണ്? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അതിനൊരു ഫുൾ ഫോം പറയട്ടെ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി ഏതാ? ഇവിടെ ഏതാ ക്വാണ്ടിറ്റി? ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇവിടെ ഏതാ ക്വാണ്ടിറ്റി? ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇവിടെ ഏത് ക്വാണ്ടിറ്റിയാണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഞാനൊരു നിർവചനം തരട്ടെ. ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. എങ്ങനെ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. ഇവിടുത്തെ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ഫുൾ ഫോം എന്ത് പറയാം? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതാ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ SQ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഒന്ന് പറഞ്ഞു നോക്കുക. SQ എന്ന് പറഞ്ഞതാ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. AQ എന്ന് പറഞ്ഞതാ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റി ഏതാണ്? ആക്ച്വലാണ്. പക്ഷെ മിക്സ് ഏതാ? മിക്സ് പറഞ്ഞാൽ പ്രപ്പോർഷൻ ഇല്ലേ? പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ സിമൻറ്റും മണലും ചേർന്നാലല്ലേ കട്ടുണ്ടാവുക, അല്ലെങ്കിൽ സിമൻറ്റും എംസാൻഡും. അതിൻ്റെ മിക്സിനൊരു പ്രപ്പോർഷൻ ഉണ്ടാവും. അത് ഏത് പ്രപ്പോർഷൻ എടുക്കണം? സ്റ്റാൻഡേർഡ്. പക്ഷേ കോസ്റ്റ് ഏതായിരിക്കും? ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ക്വാണ്ടിറ്റി ഏതായിരിക്കും? ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും പഠിച്ചു വെച്ചാൽ മതി, കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസിൻ്റെ ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുന്നേ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി പറഞ്ഞത്. ഇതിലെഴുതിയ ഒന്നുകൂടി ഇതാണ്, നമുക്ക് അങ്ങനെ വേണ്ട. നമ്മൾ എന്ത് പഠിച്ചാൽ മതി? റിവൈസ്ഡ് ആക്ച്വൽ. ഇതിന് വേറെ പേരും കൂടെ പറയും. അതൊന്ന് RSQ എന്നും പറയും. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണം. ഏതാ? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നും പറയും. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഏതാണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അങ്ങനെ പറയാൻ കാരണം എന്താ? ക്വാണ്ടിറ്റി എടുക്കുന്ന ആക്ച്വലാണ്, പക്ഷെ നമ്മൾ ഈ മിക്സ് ഏതാണ്? സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഇങ്ങനെയും പറയാം, നേരെ ഉൾട്ടായിട്ടും പറയുന്നുണ്ട്. തെറ്റിദ്ധരിക്കരുത്. എന്താണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? സിമ്പിൾ അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഫോളോ ചെയ്യുന്നില്ല? കറക്റ്റ്. ഇതുവരെ കംഫർട്ടല്ലേ? ഈ കംഫർട്ട്നെസ് ലാസ്റ്റ് വരെ ഉണ്ടാവണം ഇതിൽ. ഓക്കെ അല്ലേ? യെസ്. ഓരോന്ന് ഡെപ്തായിട്ട് എന്ത് ചെയ്ത് തരാം? എടുത്തുതരാം. നെവർ ബിഫോർ കിടിലനാക്കി തരാം. നിങ്ങളുണ്ടോ കൂടെ? കൂടെയുണ്ട് ഷാക്കിർ സാർ. അതാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഓക്കെ. യെസ്. മ്യൂസിക് ഉള്ള ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ കയറ്റല്ലേ? മറ്റേതൊക്കെ എന്താണ്? ടെൻ 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 അല്ലേ? മറ്റേ ഇയാളുടെ റോക്കി ബോയുടെ. അപ്പോൾ ഒരു മൂടാവും അല്ലേ? പൊളിക്കും. സ്റ്റെപ്പ് ഏതാ?
ടു വാരിയൻസ് കാൽക്കുലേഷൻ. ഇതിൽ ആദ്യത്തെ ബ്രാഞ്ചൊക്കെ നമുക്ക് അറിയാം. എന്താ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് 1 മൈനസ് 2, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് 3 മൈനസ് 2, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് സെയിം ബട്ട് ഡിഫ്ലൈൻ. അങ്ങനൊന്നുമില്ല പാട്ട്. പർട്ടിക്കുലർ എന്നപ്പായത്. എക്സ്ക്യൂസ് മീ, ഹിയർ യൂസേജ് വാരിയൻസ് ബ്രാഞ്ചഡ് ഇൻ ടു 2. പറയട്ടെ, ഇവിടെ 1 മൈനസ് 2 ഈ കോമ്പിനേഷൻ കഴിഞ്ഞില്ല. ഇനി ഒരു 4 ഉണ്ടല്ലോ, വെറുതെ ഉണ്ടാക്കിയതാ. അപ്പോൾ ഇതുവരെ സെയിമാ. ഇനിയുള്ളതാണ് ഒരു 2 സാധനം കൂടെ വരും. ഏതാ? മിക്സ് വാരിയൻസ്, പിന്നെ ഏതാ? ഈൽഡ് വാരിയൻസ്. ഏതാ? മിക്സ് വാരിയൻസും ഈൽഡ് വാരിയൻസും. മക്കളെ ഒരു പണി പറഞ്ഞാൽ എളുപ്പം. കോസ്റ്റ് 1 മൈനസ് 2 അല്ലേ? ഇനി റേറ്റിലേക്ക് വരാം. ഇതെത്ര? 1 മൈനസ് 3. ഇനി റേറ്റിലേക്ക് വരാം. ഇതെത്ര? 1 മൈനസ് 4. അങ്ങനെ ഒരു ഹൈറാർക്കിനെ പഠിച്ച് വെച്ച് എളുപ്പമായി. ഓക്കെ അല്ലേ? ഇവിടെ 3 മൈനസ് 2 ആണെങ്കിൽ ഇവിടെ 4 മൈനസ് 3. കണക്ട് ചെയ്തൂടെ? ഓക്കെ അല്ലേ? ഇത് മഗ്ഗപ്പ് ചെയ്യണോ വെച്ചാൽ മഗ്ഗപ്പ് ചെയ്യണത് നല്ലതാ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 മൈനസ് 3 ആണോ? അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമ്മൾ യൂസേജിന് ഏതൊക്കെയാണ്, ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുക മാറുക, എന്ത് മാറാൻ പാടില്ല, പ്രൈസ് മാറാൻ പാടില്ല. അപ്പോൾ ക്വാണ്ടിറ്റി മാറുന്നത് ഏതാണെന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ സമയം എടുക്കൂലേ? ഇതേപോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു? ഓക്കെ, 4 മൈനസ് 3 1 മൈനസ് 4. ഞാൻ പറഞ്ഞില്ലേ എടുത്ത സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടാതായി. പിന്നെ ചില പുലി കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇരുന്ന് ചെയ്യേണ്ടി പോകുക 5-6 പേര്. പിന്നെ നമ്മളന്ന് നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല, മോശമല്ലേ, നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ. ഞാനന്ന് ഭയങ്കര സെറ്റായിരുന്നു ക്ലാസ്സിലൊക്കെ, കുറച്ച് സ്പീഡൊക്കെ ചെയ്യുന്നത്. എനിക്കൊന്ന് 2023 വയസ്സിലാണ് ഞാൻ എൻട്രി ചെയ്യാൻ പോണേനെ. ഞാൻ പറഞ്ഞില്ല, മറ്റേ ഡിഗ്രി കഴിഞ്ഞ് ആർമി പോയൊക്കെ പറഞ്ഞില്ലേ ഞാൻ. ആർമിയിലൊക്കെ പോയി. ഒരു 4.5 മാസം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടൊക്കെ കഴിഞ്ഞ് തള്ളല്ല. എന്നോട് മേജർ പറഞ്ഞു, ഒരു യുദ്ധം വരുന്നുണ്ട്, അത് എന്നെ എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞാൻ ലീഡ് ചെയ്താലും എന്ത് ചെയ്യില്ല, ഒരു പാകിസ്ഥാൻകാരൻ പോലും എന്തുണ്ടാവില്ല, ഒരു പാകിസ്ഥാൻകാരൻ പോലും എന്തുണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല, എല്ലാം ഞാൻ എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മേജർ പറഞ്ഞു നിങ്ങളൊന്ന് പരിഗണിക്കുക, കാരണം നിങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ പിന്നെ ഞാൻ ദേഷ്യമായി, തല്ലായി, ഞാൻ വേണ്ട വെച്ചിട്ടുണ്ട് വന്നു. അത്ര നിങ്ങൾക്ക് ഞാൻ പ്രൂഫ് കാണിച്ചെന്നാ പോരെ? ഒന്നായി ഉണ്ടായിരുന്നു ബെൽഗാം. ഇതാണ് ഞങ്ങൾ ആർമിക്കാരുടെ കാർഡത്, ഇന്ത്യൻ ആർമി. നോക്ക്, ഇത് സാധാരണ ATM കിട്ടോ. ATM കാർഡ് ആർമിക്കാർക്കുള്ളതാ, ഇത്രേ ഉള്ളൂ. ഇതാ കണ്ടില്ല നിങ്ങൾ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആണ്. ഇതാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാണാല്ലേ കുട്ടി? ഇതിൻ്റെ തന്നെയാണ്, അതിൽ പൈസ ഒന്നുമില്ല സംഭവം. അന്ന് എൻ്റെ പൈസ വന്നിരുന്ന വേണ്ട, ഞാൻ എന്നെ കുറിച്ചിട്ട് തള്ളണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കും. വേണ്ട, മോശമായി. യെസ് മകളെന്നാ ഏറ്റവും നല്ല ചോദിച്ചു. പേരെന്താ? റിൻഷ, മറന്നടാ. പേരെന്തായിരുന്നു എൻ്റെ? ഷിബില. ഓക്കെ, യെസ്, കം ടു ദ പോയിന്റ്. നിങ്ങൾ ഓൺലൈനിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് വിഷമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സഹിക്കുക. ഓക്കെ അല്ലേ? യെസ് ശ്രദ്ധിക്കൂ മക്കൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ലക്ഷക്കണക്കിന് കുട്ടികൾ ഓൺലൈൻ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഗണിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ലൈവല്ലേ? ലക്ഷല്ലേ, ഒരു 10,000-2000 ഉണ്ട്. യെസ് നമ്മൾ പറഞ്ഞു എന്താ പഠിച്ചില്ലേ? സ്റ്റെപ്പ് 2 ഏതാ? വാരിയൻസ് കാൽക്കുലേഷൻ. പറയുക ഏതൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ബ്രാഞ്ചഡ് ഇൻ ടു 2, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഏതാ? 3 മൈനസ്
ഒരു പണി നമുക്ക് എല്ലാം പറയാം അല്ലേ. മെറ്റീരിയൽ ഏതാ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, പ്രൈസ് വാരിയൻസ്, യൂസേജ് വാരിയൻസ്, മിക്സ് വാരിയൻസ്, ഈൽഡ് വാരിയൻസ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കുക. കോസ്റ്റ് വാരിയൻസ് 1 - 2, 1 - 3, 3 - 2, 4 - 3. മഗപ്പ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ആ മ്യൂസിക് വരുമ്പോൾ അങ്ങനെ വേണം. അപ്പോൾ ഇത് എഴുതിയെടുത്തിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാൽ പോരെ? അല്ല, ഇത് അടിച്ച സെല്യൂട്ട് ചെയ്യണ സാധനല്ലേ. ഓക്കെ, ദാറ്റ്സ് ഓൾ. DP 3 ആണേ, ശ്രദ്ധിക്കണേ. ഇനി ഇത് കഴിയുന്നവരെ വേറെ ടോക്കൊന്നുമില്ല. ബി സീരിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്രിക്കിനെ കുറിച്ചാണ് പറയുന്നത്. പക്ക പ്രാക്ടിക്കലി പേഴ്സ്പെക്റ്റീവിൽ പോകണം, അപ്പോഴേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനെ കൊണ്ടുപോയിട്ട് ഇടൽ നടക്കില്ല. കുറേ സാധനമൊക്കെ ഇടാൻ പറ്റും, ചിലത് എന്ത് ചെയ്യില്ല. ഇവിടെ പറഞ്ഞാൽ SQ SP അതാണ്. അപ്പോൾ ഇതിൽ 2 മിക്സ് വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് റോ മെറ്റീരിയൽ? A ഉണ്ട്, B ഉണ്ട്. A നമുക്ക് എന്തായിട്ടും ഉപമിക്കാം? സിമൻ്റായിട്ടും. B എന്തായിട്ടും ഉപയോഗിക്കാം? സാൻഡായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഉപമിക്കാം. ഉപമിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇത് ഞാൻ പ്രത്യേകം പറയണം നിങ്ങളുടെ അടുത്ത് എഴുതി വെക്കാൻ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒന്നും എഴുതി വെക്കൊന്നും വേണ്ട. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ കോൺസെപ്റ്റ് കിട്ടുന്നില്ല, പിന്നെ കിട്ടിയില്ല, ക്ലാസ്സിൽ ചെയ്യുമ്പോൾ മനസ്സിലായി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതാണ്, കോസ്റ്റിങ്ങിലെ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഫൈനൽ അക്കൗണ്ട്, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, ബിൽഡിങ്, ലാൻഡ്, ഇങ്ങനെയുള്ള ടേംസൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ +1 +2 കുറേ പഠിച്ചതാണ്. പിന്നെ കുറച്ച് വെറൈറ്റി എൻട്രീസും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അതേപോലെയല്ല ഇത് എപ്പോഴും എന്തെങ്കിലും ഒരു അസംഷൻ പ്രൊഡക്റ്റ് ഇമാജിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ സബ്ജക്റ്റ് വായിച്ചാൽ എളുപ്പം. 40 60 എന്താണെന്ന് മനസ്സിലായി എനിക്ക്. സ്റ്റാൻഡേർഡ് മിക്സ്. അങ്ങനെ പറഞ്ഞാൽ 4 ചട്ടി സിമൻ്റ് ആവുമ്പോൾ 6 ചട്ടി സാൻഡ്. ഇതാണ് അതിൻ്റെ പ്രപ്പോർഷൻ. ഓക്കെ അല്ലേ? 40 എന്താ വെച്ചാൽ 40 ആയിക്കോട്ടെ. 40 ചട്ടി സിമൻ്റ് ഇട്ടാൽ 60 ചട്ടി എന്ത് വേണം? സാൻഡ് വേണം. ക്ലിയർ? സിമൻറ്റിൻ്റെ 1 കിലോഗ്രാമിൻ്റെ പ്രൈസ് 20, സാൻഡിന് 1 കിലോഗ്രാമിന് എത്രയാ? 30. ഇതിൽ വില കൂടിയത് ഏതാ? സാൻഡാ. ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് ദ പോയിന്റ്. വില കൂടിയത് ഏതാ? സാൻഡ്. എനിക്കൊരു കോൺസെപ്റ്റ് പറയാണ്ട് പിന്നെ പറയാം. വില കൂടിയത് മനസ്സിലാക്കി വെച്ചു. അപ്പോൾ ഇത്രയും സാധനം സ്റ്റാൻഡേർഡ് ആണോ ആക്ച്വൽ ആണോ? സ്റ്റാൻഡേർഡ് എന്ന് പ്രത്യേകം പറഞ്ഞില്ലേ? ക്ലിയർ. പിന്നെന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് ലോസ് ഇൻ ദ പ്രൊഡക്ഷൻ ഈസ് എത്രയാണ്? 10%. അങ്ങനെ പറഞ്ഞാൽ ഇൻപുട്ട് ഇട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ എത്ര ശതമാനം ഉണ്ടാവുള്ളൂ? 90%. ഓക്കെ ആണോ? അപ്പോൾ ഒരു വർക്കിംഗ് നോട്ട് ഇവിടെ തന്നെ കൊടുക്കട്ടെ. ക്ലാരിറ്റി ഇല്ലേ? വർക്കിംഗ് നോട്ട് എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അവിടെ തന്നിട്ടില്ല. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? ഓഫ് റോ മെറ്റീരിയൽ അല്ലേ? അല്ല മക്കളെ, റോ മെറ്റീരിയൽ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ? ദാറ്റ് ഈസ് അതെന്താണ്? ഇൻപുട്ടാണ്. അപ്പോൾ ഞാനൊരു പിക്ചർ വരയ്ക്കട്ടെ. ഇത് ഇൻപുട്ടാണ്. ഇൻപുട്ട് 100% ആണെന്ന് അസ്യൂം ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ എന്ത് വരും? പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലോസ് വരും. എത്ര ശതമാനം? 10%. എന്നിട്ട് ഔട്ട്പുട്ടായിട്ട് എത്രയേ വരുള്ളൂ? 90%. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയുന്നല്ലേ. ഇപ്പോൾ ഇവിടെ 10% ലോസിന് പകരം ഒരു 30 ആണെങ്കിൽ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 70. സിമ്പിളാണ്. നമുക്കിതിൽ എന്താ അറിയാം? ഇൻപുട്ടോ ഔട്ട്പുട്ടോ അറിയോ? ക്വസ്റ്റില് ഇൻപുട്ടോ ഔട്ട്പുട്ടോ അറിയോ? ഡ്യൂറിങ് പീരീഡ് ആക്ച്വൽ. അപ്പോൾ ഇത്രയും സാധനം ഏതാ? സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഏതാണ്? ഇവിടുന്ന് കണ്ടുള്ളത് ആക്ച്വൽ. ആക്ച്വലി 189 കിലോഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്? ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 189 എന്താ? ഔട്ട്പുട്ട്. ഇനി ഇൻപുട്ട് കാണിക്കാൻ ഞാൻ പറയണ കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ പോരെ? 90% ഈക്വലായിട്ടുള്ളതല്ലേ 189. അപ്പോൾ എങ്ങനെയാണ് 100% ഈക്വലായിട്ടുള്ളത് കിട്ടാം? 189 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 എത്ര വരും? 210 കിലോഗ്രാം അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ ലോജിക്ക്? നിങ്ങൾ ഒരു മെഷീൻ്റെ ഉള്ളിൽ
210 കിലോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ സിമെൻറ്റും എംസാൻഡൊക്കെ എന്ത് വരും, അങ്ങോട്ടും കൊണ്ടൊക്കെ ഇതാവില്ലേ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ വീട് പണി നടക്കുന്നുണ്ടല്ലേ, എത്ര സിമെൻറ്റും ഇത് വേണം താഴത്ത് പോവാം. കുറേയൊക്കെ അവരെടുക്കും, എന്നാലും എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോവില്ലേ. അതിപ്പോൾ അവരെ പറഞ്ഞ് ഇതാക്കാൻ പറ്റുമോ? നമുക്കൊരാളെ നിർത്തിയിട്ട് ആ സിമെൻ്റ് ഒന്നും കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പറ്റുമോ? പറ്റും. ഒരു 1000 റുപ്യ ആൾക്ക് കൂലി കൊടുക്കേണ്ടി വരും. സിമെൻറ്റ് ചിലപ്പോൾ 100 റുപ്യയുടെ പോകുന്നുണ്ടാവും. അത് നോക്കാനുള്ള ആൾക്ക് എത്ര കൂലി കൊടുക്കേണ്ടി വരും? 1000. പൊട്ടത്തരല്ലേ? അപ്പം നോർമൽ ലോസ് വരില്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയില്ലേ? ക്ലിയർ ആണോ? ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. കിട്ടി. അപ്പോൾ ഇത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വർക്കിംഗ് നോട്ടായിരുന്നു? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സെറ്റല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. മക്കളെ നമ്മൾ ഔട്ട്പുട്ട് എല്ലാം നോക്കുക. ഏതാ ഇൻപുട്ട്, എത്ര മെറ്റീരിയൽ യൂസ്ഡാണ് നോക്കുക. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടുള്ള ഒരു ലോസ് ഇല്ലേ, ആ ലോസ് എവിടെ പ്രകടവും? അതാണ് ഈൽഡ് വേരിയൻസ് ഇല്ലേ, അതിലേക്കുള്ള ഹിൻ്റാണ്. നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, കഴിഞ്ഞല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഡയറക്റ്റ് തന്ന സാധനം ഏതാ? സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിട്ടുണ്ട് കേട്ടോ. എയുടെ ഉണ്ട്, പിന്നെ ആരുടെ ഉണ്ട്? ബിയുടെ ഉണ്ട്. പിന്നെ ആക്ച്വൽ പ്രൈസ് ഉണ്ട് അല്ലേ? ആക്ച്വൽ പ്രൈസ് ഉണ്ട്. പിന്നെ ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇനി വേണ്ട സാധനം ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, ഇത് മിക്സാ. ഓക്കെ, ഇത് പറഞ്ഞ് 40 ചട്ടി സിമെൻറ്റിലേക്ക് 60 ചട്ടി എന്താണ്? എംസാൻഡ്. ശരിക്കും എത്ര ചട്ടി എടുത്തു വെച്ചാൽ അതാണ് കിലോഗ്രാം. ഇത് പേഴ്സൻറ്റേജാണ്. എന്തില്ല? 40 ചട്ടി പേഴ്സൻറ്റേജാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ അല്ലേ? ഇതല്ല ഏത്? സ്റ്റാൻഡേർഡ്. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൻ്റെ സ്റ്റാൻഡേർഡ് കാണാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ കണ്ട്. ഇൻപുട്ട് 210 ആണ്. ഇതിന് എ എത്ര, ബി എത്രയെന്ന് കാണാൻ എളുപ്പമല്ലേ? പേഴ്സൻറ്റേജ് തന്നിട്ടില്ലേ? എത്രയാണ്? ഇതിനെ ഈ 210 വീണ്ടും ഡിവൈഡ് ചെയ്യുക മക്കളെ, എന്നിട്ട് കാണൂ എത്ര പെർസെൻറ്റേജാണ്. എ എത്ര പെർസെൻറ്റേജാണ്? 40%. ബി എത്ര പെർസെൻറ്റേജാണ്? 60%. അപ്പോൾ 210ൻ്റെ 40% എത്ര വരും മക്കളെ? 84. മറ്റെത്ര? 126. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 210 കിലോഗ്രാം ഇൻപുട്ട് ഇട്ടു. ആ ഇൻപുട്ടിൽ 84 എന്തുണ്ട്? സിമൻ്റ് ഉണ്ട്. 126 എന്തുണ്ട്? ഓക്കെ അല്ലേ? ക്ലിയർ? എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും കിട്ടി. എല്ലാം ആയില്ലേ? എല്ലാം ആയാ? ഇല്ല, ഒരു സാധനം കൂടെ വേണം. എന്തൊക്കെ വേണ്ടി? 4-5 ഐറ്റം വേണം. ഫസ്റ്റ് വൺ ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഏതാ? ആക്ച്വൽ പ്രൈസ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇല്ല, നമ്മൾ കണ്ടെത്തി. വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ദെൻ അടുത്ത ഏതാ? സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട്. ഇനി ഒരു സാധനം കൂടി ഏതാ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി, RAQ. അപ്പോൾ അതിനൊരു വർക്കിംഗ് നോട്ട് കൊടുത്താൽ പിന്നെ എളുപ്പമല്ലേ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി കണ്ടൂടെ? കാണിച്ചു തരട്ടെ. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ഉള്ളത്? 90 + 110 എത്രയാ? 200. ഓക്കെ അല്ലേ? ഇതെന്താ ഒരു കണക്ഷൻ തരട്ടെ മാഷ്? കണക്ഷൻ തരട്ടെ. ശരിക്കും 210 കിലോഗ്രാം എംസാൻഡും അതേപോലെ 210 കിലോഗ്രാം എംസാൻഡും സിമെൻറ്റും എത്ര ഇടണമായിരുന്നു? 210. മെഷീൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ട എത്ര? സ്റ്റാൻഡേർഡ് പ്രകാരം 210. പക്ഷെ ഇവർ ആക്ച്വലി എത്ര ഇട്ടുള്ളൂ? 200. ഞാൻ ചോദിക്കട്ടെ, യൂസേജ് വാരിയൻസ് എന്തായിരിക്കും? ഫേവറബിൾ ആവോ അഡ്വേഴ്സ് ആവോ? 210 ഉപയോഗിക്കുന്നിടത്ത് നിങ്ങൾ 200 അല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. റോ മെറ്റീരിയൽ കുറച്ചല്ലേ? അപ്പൊ ഹാപ്പിനെസ് അല്ലേ ഉണ്ടാവാ? അപ്പൊ അതേതാ? ഫേവറബിൾ. നോട്ട് ചെയ്തോ ട്ടാ, മനസ്സിലുണ്ടാവട്ടെ. കണ്ടാൽ നോക്കാം ഫേവറബിൾ തന്നെയാണോ. ഓക്കെ, റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ വേണ്ടി? ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ കിട്ടിയിട്ടുള്ളൂ. അതിന് ഏത് മിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം? സ്റ്റാൻഡേർഡ് മിക്സ്. ഞാൻ ഇനി പറയണം എന്താണെന്നുള്ളത്. 200 അല്ലേ? 200 40ഉം 60ഉം ശതമാനം കണ്ടാൽ എന്തായി? ഓക്കെ, ഇവിടെ സ്ഥലം ഉണ്ടാ? നോക്ക്, വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ മക്കളെ? 2. ഇവിടെ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ, കൺഫ്യൂസർ ആവരുത്. ആ റേറ്റിലുള്ള മൊത്തം എന്താണ്? വർക്കിംഗ് നോട്ട് നമ്പർ 1. പറയട്ടെ എന്താ എഴുതണ്ടേ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്നിട്ട് എഴുതുക എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ഏത് മിക്സാ? സ്റ്റാൻഡേർഡ് മിക്സ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു പറയും 90 + 110 എത്രയാ? 200.
ഇത് ഏത് മിക്സിലെടുക്കണം? സ്റ്റാൻഡേർഡ് മിക്സ്. എത്ര? 40% പിന്നെ 60%. സിമ്പിളല്ലേ? 40 പറയുമ്പോൾ 80 വരും. ഇത് എത്ര വരും? 120 വരും. എല്ലാം ആയി. ക്വസ്റ്റ്യനിലേക്കുള്ള എല്ലാം ആയി. ഇനി ഞാൻ ഒന്നും പറയണ്ട. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് കണ്ടെത്തുക. പിന്നെ അടുത്ത് ഞാൻ പറയേണ്ടത് ഏതാണ്? നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇനി അറിയേണ്ടത്? പ്രൈസ് വാരിയൻസിനെ കുറിച്ച് ഞാൻ ഇനി പറയില്ല, യൂസേജിനെ കുറിച്ചും പറയില്ല. പക്ഷെ 2 പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഏതാ? മിക്സും ഈൽഡും. അതിൻ്റെ മാത്രം നോട്ട് ഞാൻ എന്ത് തരാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഇപ്പം കൂടെ മൈൻഡിലുണ്ടാ? നമ്പറൊക്കെ അല്ലേ? ഞാൻ അടുത്ത് വേറെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കട്ടെ? നമ്മുടെ സാധനം വരയ്ക്കട്ടെ. ഓക്കെ, ഏതൊക്കെയുള്ളത് അറിയാലോ? റിവൈസഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി 80ഉം 120 അല്ലേ? മറ്റേത് എത്ര? ഇനി ഇങ്ങോട്ട് വരണ്ട വെച്ചിട്ടാ 84ഉം 126. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആക്ച്വലി 90 പിന്നെ 110. ഞാൻ മറന്നിട്ടാ, നിങ്ങളെടുത്തില്ലേ? ഇനി വേറെ നോട്ട്, ആ വർക്കിംഗ് നോട്ട് വേറെ ഇവിടെ എഴുതണം എന്നില്ലല്ലോ, അത് നോക്കിയിട്ട് കിട്ടൂലേ? നമുക്ക് ഇതിലേക്ക് പോവാം. സ്റ്റെപ്പ് ഏതാ? 1. സ്റ്റെപ്പ് 1 എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടേഷൻ പറയടാ. കമ്പ്യൂട്ടേഷൻ ടേബിൾ ഏതാ? 1 2 3 4. ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. എയുടെയും ബിയുടെയും വേറെ തന്നെ എഴുതണം. പറയണം, ഇനി പഠിക്കരുത്. എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 84 ഇൻറ്റു എയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 20, ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 126, സ്റ്റാൻഡേർഡ് പ്രൈസ് 30, ആക്ച്വൽ ക്വാണ്ടിറ്റി 90 ഇൻറ്റു പറ 18. ഓക്കെ, then here 110 into 34. Actual quantity 90 into standard price 20. 110 into 30. Then revised actual quantity is 80 into standard price is 20. 120 into 30. ഓക്കെ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് വേഗം പറയും എത്ര വരും? 84 into 20 1000. ഓക്കെ, കറക്റ്റ്. അടുത്ത് ഓക്കെ, ദെൻ നെക്സ്റ്റ് 1800. ഓക്കെ, ദെൻ 1600. ദെൻ ഇവിടുത്തെ ടോട്ടൽ ബിയുടെ 126 into 30. ഓക്കെ, അടുത്ത 3740. ഇത് 3300. ഇത് 3000. കഴിഞ്ഞല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ടോട്ടൽ ഇട്ടണ്ടേ? എയുടെ ടോട്ടലിൻ്റെയും ബിയുടെയും ടോട്ടൽ കാണാം. അതാണ് നമ്മുടെ മെയിൻ സാധനം. 7000. ഓക്കെ, 5360. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് പ്ലീസ് സ്റ്റെപ്പ് 2 variance calculation. ഓക്കെ, പറ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്, മെറ്റീരിയൽ മിക്സ് വാരിയൻസ്, മെറ്റീരിയൽ yield variance. പറയും. 1 - 2, 1 - 3, 1 - 4, 3 - 2, 4. എമൗണ്ടുകൾ വേഗം പറയും. 1 - 2 എത്രയാ? ഇതാണ് 1 2 അറിയണല്ലേ? പറയും. 1 എത്രയാ? ലെസ് ചെയ്തിട്ട് പറയും. എന്താ നിങ്ങൾ ഇനി ഇരിക്കുന്നത്? ഇപ്പോഴും ആ ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. 100. ഓക്കെ, എന്താ അഡ്വൈസാ ഫേവറബിളാ? എടാ ഹംകിങ്ങളെ, 1 - 2 ചെയ്തപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലേ കിട്ടിയേ?
ഫേവറബിൾ. അടുത്ത് 3 - 2. ഈ 3 ഏതാന്ന് അടിയിൽ എഴുതണ്ടല്ലോ. ഇത് 1 2 3 4 360 എന്താ? എന്താ? അഡ്വൈസ്. പിന്നെ യൂസേജ് 1 - 3 അടിക്കും 360. ഓക്കെ, നിങ്ങൾ അവിടുത്തവൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇതിനടുത്ത് മിക്സ് വേരിയൻസ്. അഡ്വൈസാ ഫേവറബിളാ? ഫേവറബിൾ. മിക്സ് വേരിയൻസ് 100. ഫേവറബിൾ ആണെങ്കിൽ ഇത് 260 എന്തായിരിക്കും? ഫേവറബിൾ ആയിരിക്കും. ഡൗട്ടുണ്ടോ മക്കളെ? കണക്ഷൻ കാണിച്ചല്ലേ? മിക്സ് വേരിയബിൾ ഫേവറബിൾ അല്ലേ? മിക്സ് ഈൽഡ് എത്രയാണ്? ഫേവറബിൾ. 2 ഫേവറബിളും കൂടെ കൂട്ടിയാൽ എന്താവും? വലിയ ഫേവറബിളാവും. 360 ഫേവറബിൾ. മക്കളെ ഇവിടെ 100 ഫേവറബിൾ വരണമെങ്കിൽ 360 ഇവിടെ ഫേവറബിൾ ആണെങ്കിൽ ഇവിടെ 260 എന്ത് വേണ്ടി വരും? അഡ്വൈസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്തത് പെർഫെക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഇതിൽ വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ചെയ്യും ചെയ്ത് ഏകദേശം ശരിയാണോ. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ കോൺസെപ്റ്റ് ഡിസ്കഷൻ ചെയ്യണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസും ഈൽഡും അറിയണം അല്ലേ? ഇപ്പം നോട്ട് നമ്പർ 1 അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എഴുതാം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. അതിൽ എ ബി എന്ന് പറഞ്ഞ് പോയിൻ്റ് ഇടാം. മെല്ലെ മെല്ലെ എഴുതാം. സിമ്പിളാണ്. എ മിക്സ് വാരിയൻസ് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 4 - 3 അല്ലേ? 4 - 3. നമുക്ക് 4 എന്താ? ഇതിനൊന്നുകൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിക്കൂടെ? 4 എന്താ? 4 എന്ന് പറഞ്ഞാൽ എന്താ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു, നിങ്ങളെന്താ ആദ്യം എടുക്കുന്ന പോലെ ഇൻറ്റു ഏതാ? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് 3 എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇവിടെ രണ്ടിലും പ്രൈസ് ഏതാ? സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ രണ്ടും ഒരേ പ്രൈസ് ആയതുകൊണ്ട് അത് ഡിഫറൻസ് ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ മൈനസ് ചെയ്ത ഒരു ഐറ്റം കിട്ടണമെങ്കിൽ വ്യത്യാസമാവണ്ടേ? അപ്പം സ്റ്റാൻഡേർഡ് പ്രൈസിൻ്റെ മാറ്റമാണോ മെറ്റീരിയൽ മിക്സ് വാരിയൻസിന് കാരണം? അല്ല. അടുത്ത് ക്വാണ്ടിറ്റി. ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്, ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റി ആണോ മാറ്റത്തിന് കാരണം? അല്ല. ക്ലിയർ അല്ലേ? അപ്പം എവിടെയാ? ഇവിടെ ഞാൻ പറഞ്ഞു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? താഴെ എഴുതി വെക്കുക. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്, ബട്ട് ഏത് മിക്സിലാ? സ്റ്റാൻഡേർഡ് മിക്സ്. ഓക്കെ അല്ലേ? അപ്പം കാരണക്കാരൻ ആരാ? മിക്സ് ആണ്. ആരാ? മിക്സ്. ഈ വാരിയൻസിൻ്റെ പേരെന്താ? മിക്സ് വാരിയൻസ്. അഥവാ മിക്സ് ചെയ്യാൻ പറയുമ്പോൾ സിമെൻറ്റും പിന്നെ നമ്മൾ എക്സാമ്പിൾ എംസാൻഡും അല്ലേ, അത് രണ്ടും കൂടെ കൂട്ടിയതിൽ മിക്സ് ചെയ്തതിൽ. ഞാൻ ചോദിക്കട്ടെ, മിക്സ് വാരിയൻസ് ഇവിടെ എത്ര? ഇനി ബബ്ബ പഠിക്കല്ലേ, മിക്സ് വാരിയൻസ് എത്ര? ഓൾറെഡി കണ്ടതല്ലേ? 100 എന്താ? ഫേവറബിൾ ആണ്, അഡ്വൈസ് ആണ്. അപ്പം ഞാൻ ഒരു ലോജിക്ക് പറയട്ടെ. വില കുറഞ്ഞ സാധനം ബഡ്ജറ്റിനേക്കാൾ കൂടുതലായി വില കുറഞ്ഞത് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. വില കുറഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടുതലും. വില കൂടിയത് കുറവും ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് വന്നത്? മിക്സ് വാരിയൻസ് ഫേവറബിൾ ആയി. ഓക്കെ, എന്തേ ബി പോയിന്റ് നമ്പർ ബി എഴുതാം. ബി, the difference between 4 and 3 is not price. ബ്രാക്കറ്റിൽ എഴുതാം. ബോത്ത് ആർ, രണ്ടും ഏത് പ്രൈസാ? സ്റ്റാൻഡേർഡ് പ്രൈസ്. ബോത്ത് ആർ സ്റ്റാൻഡേർഡ് പ്രൈസ്, കോമ ഈസ് നോട്ട് ക്വാണ്ടിറ്റി. എന്താ എഴുതേണ്ടത് ബ്രാക്കറ്റിൽ? ബോത്ത് ആർ ആക്ച്വൽ ക്വാണ്ടിറ്റി.
ബോത്ത് ആർ ആക്ച്വൽ ക്വാണ്ടിറ്റി. ബട്ട് ഇൻ എവിടെയാ? മിക്സ്. ബട്ട് ഇൻ മിക്സ്. ഓക്കെ അല്ലേ? ഇനി മിക്സ് ഏതാന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട, മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നോട്ടാക്കണ്ട, മുകളിലുണ്ടല്ലോ. ഓക്കെ, സി പോയിന്റ് നമ്പർ സി. നോക്കടാ, ഞാനൊരു പോയിന്റ് പറയട്ടെ. വെനെവർ വി യൂസ് മോർ ക്വാണ്ടിറ്റി ഓഫ് ചീപ്പർ റോ മെറ്റീരിയൽ ദ മിക്സ് വാരിയൻസ് വിൽ ബി ഫേവറബിൾ. ഇവിടെ വില കൂടിയ സാധനമല്ലേ, അത് കുറവ് ഉപയോഗിക്കുകയും വില കുറഞ്ഞ സാധനം കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് മിക്സ് വാരിയൻസ് എന്തായിരിക്കും? ഫേവറബിൾ ആയിരിക്കും. വില കൂടിയ സാധനം കുറേ ഉപയോഗിച്ച് എന്താണ്ടാവുക? മിക്സ് വാരിയൻസ് എന്താവും? അഡ്വേഴ്സ് ആവും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് എടുത്ത് സി പോയിന്റ്. വെൻ വി യൂസ് മോർ പ്രൊപ്പോർഷൻ ഓഫ് cheaper raw material, when we use more proportion of cheaper raw material, the mixed variance will be favorable. Mixed variance will be favorable and വൈസ് വേഴ്സ. പോരെ? നേരെ തിരിച്ചു. ആൻഡ് വൈസ് വേഴ്സ. ആ പോയിന്റ് ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചേ വേഗം. ABC വായിക്കൂ. ഫേവറബിൾ ആൻഡ് വൈസ് വേഴ്സ. അങ്ങനെ പറഞ്ഞാൽ എന്താ? മോർ പ്രൊപ്പോർഷൻ ഓഫ് ചീപ്പർ റോ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ, അപ്പോൾ മോർ പ്രൊപ്പോർഷൻ ഓഫ് ഏതാ? ഹയസ്റ്റ് റോ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ അത് ഏതായിരിക്കും? അഡ്വേഴ്സ് ആയിരിക്കും. വായിച്ചു നോക്ക്. അച്ഛാ, ഫോർ എന്തായിരുന്നു മക്കളെ? റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ്. 3 എന്തായിരുന്നു? ഓക്കെ അല്ലേ? ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടെ എടുത്ത് എഴുതി വെക്കണേ. എയുടെ ഒന്ന് പറയണം പ്ലീസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഐ തിങ്ക് 90 അല്ലേ? സ്റ്റാൻഡേർഡ് പ്രൈസ് 20 അല്ലേ? അല്ലേ? യെസ്. ബിയുടെ പറ. 110 ഇൻറ്റു 30. പിന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് 20 തന്നെയല്ലേ? രണ്ടും എടുത്തു. റിവൈസ്ഡ് ആക്ഷൻ ക്വാണ്ടിറ്റി ഒന്ന് 80, 84 126 അല്ലേ? ഇവിടെ അല്ല, മറ്റേ എന്തിരുന്നപ്പോൾ അത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓക്കെ 80യും 120. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലാരിറ്റി കിട്ടും. ഇത് സിമെൻ്റ് അല്ലേ? എത്ര ചാക്ക് അല്ലെങ്കിൽ എത്ര കിലോഗ്രാം സിമെൻ്റാണ് നമ്മളെ സ്റ്റാൻഡേർഡ് പ്രകാരം ഉപയോഗിക്കേണ്ടിയിരുന്നത്? പറയ്. 80. പക്ഷെ സിമെൻറ്റ് കൂടുതൽ ഉപയോഗിച്ചില്ലേ? അല്ലേ? എത്ര എംസാൻഡാണ് സ്റ്റാൻഡേർഡ് പ്രകാരം ഉപയോഗിക്കേണ്ടിയിരുന്നത്? 120. എത്ര ഉപയോഗിച്ചു? 110. ഇതിലേതാ ഹയർ? ചീപ്പർ റോ മെറ്റീരിയൽ. ചീപ്പർ റോ മെറ്റീരിയൽ ഏതാ? എ അല്ലേ? 20 രൂപ അല്ലേ അതിൻ്റെ പ്രൈസ്? മറ്റേ 30 അല്ലേ? ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് എന്നല്ലേ? നിങ്ങൾ വില കുറഞ്ഞത് 80 ഉപയോഗിക്കേണ്ടടുത്ത് കൂടുതൽ ഉപയോഗിക്കുകയും വില കൂടിയത് 120 ഉപയോഗിക്കേണ്ടതെടുത്ത് കുറവ് ഉപയോഗിച്ചതും കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വന്നത്? ഫേവറബിൾ എത്ര വന്നത്? 100 രൂപ വന്നത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഡിഫറൻസ് ആണ് എത്ര? 100 അല്ലേ? കാരണം 4 - 3 ആണല്ലോ അല്ലേ? മനസ്സിലായില്ലേ? സാധനം മനസ്സിലായില്ലേ? അതാണ് പോയിന്റ്. ഇനി ഇത് എഴുതി വെക്കണം. ഇത് വേണ്ട. ഓക്കെ അല്ലേ? യെസ്. വേണ്ട നിങ്ങൾ കേട്ടാൽ ഞാൻ എന്താ വിചാരിക്കുക? നിങ്ങളെ മനസ്സിലുണ്ടാവുന്ന 4 ദിവസം ചോദിച്ചാൽ നിങ്ങളിൽ നിന്ന് കിട്ടൂല. ഓക്കെ അല്ലേ? പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് പറയും? എഴുതേണ്ട പണിക്ക് വേണ്ട എന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത ഏതാ? നമ്പർ 2.
നമ്പർ ടു ഇക്കൻ 40 കിട്ടൂല, പിന്നെ ഇപ്പം നിങ്ങൾ ഇടക്കിടക്ക് എടുക്കണം. അതെ, ഞാൻ തന്നെ അങ്ങനെ നോക്കിയാൽ ആകെ മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് എങ്ങനെ എടുക്കുക, വല്ലാത്ത ചതി. നമ്പർ 2, ഇനി എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്? ഈൽഡ് അല്ലേ? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈൽഡ്, ഓക്കെ അല്ലേ? എന്താ ഈൽഡ് എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് ഇട്ട് ഔട്ട്പുട്ട് വരുന്നതാണ് ഇത് ഈൽഡ്. ഇൻപുട്ട് എത്ര ഇട്ട് എന്നിട്ട് എന്താണ് ഔട്ട്പുട്ട്, ഓക്കെ അല്ലേ? അതാണ് ഇത് ഈൽഡ്. എഴുതിക്കോ. അണ്ടർസ്റ്റാൻഡിങ് ഈൽഡ് വാരിയൻസ്. അണ്ടർസ്റ്റാൻഡിങ് ഈൽഡ് വാരിയൻസ്. A, yield variance is equal to എത്രയായിരുന്നു? 1 - 4 അല്ലേ? yield variance is equal to 1 - 4. എന്നിട്ട് എഴുതി വെക്കോ. 1 എന്താ? താഴത്ത് 1 എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ തെറ്റിപ്പോയി. സോറി ശക്തിമാൻ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. രണ്ടിലും സ്റ്റാൻഡേർഡ് പ്രൈസ് സെയിം അല്ലേ? അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടാക്കേണ്ട കാരണക്കാരൻ ആരല്ല? സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ല. രണ്ടിലും ഇതിലെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ്, ഇതിലേതാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. പക്ഷേ രണ്ടിലും ഒരു പ്രത്യേകത ഉണ്ട്, രണ്ടിൻ്റെയും മിക്സ് എന്താണ്? സെയിമാണ് അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എഴുതി വെച്ചാൽ ആ സൈഡിൽ എവിടെയെങ്കിലും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഹൈഫിട സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ബോക്സിലിട്ട് വെച്ചാൽ മതി. കോമൺ, ഇതിൻ്റെ എന്നല്ല, ഒരു കോമൺ നോട്ടാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അടുത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ആക്ച്വൽ മിക്സ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്, ബട്ട് ഏതാ മിക്സ്? സ്റ്റാൻഡേർഡ് മിക്സ്. ബട്ട് എന്ന് എഴുതണ്ട, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ എന്ന് എഴുതിയാൽ മതി, സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് എഴുതിയാൽ മതി. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്, ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഏത് മിക്സിലാ? സ്റ്റാൻഡേർഡ് മിക്സിൽ. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ മിക്സ് ഏതാ? സ്റ്റാൻഡേർഡ് ആണ്. അപ്പം ഏതിലാണ് മാറ്റമുള്ളത്? ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ്, ഇവിടെ ഏത് ക്വാണ്ടിറ്റിയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ എഴുതി നോക്കുക ബി, പോയിന്റ് ബി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 and 4. The difference between 1 and 4 is not price, comma, is not mix, is not price, comma, is not mix, but it is due to input quantity. പോയിന്റ് നമ്പർ ഏതാ? സി. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ കാണിച്ചു തരാം. 2 സാധനങ്ങളാണ് വരയ്ക്കുന്നത് കേട്ടോ. അടിപൊളി സാധനമാണ്. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ശ്രദ്ധിക്കാം. സ്റ്റാൻഡേർഡിൻ്റെയും ഇവിടെ പറയുന്നുണ്ട്, പിന്നെ എന്തും പറയുന്നുണ്ട്, ആക്ച്വലിയും പറയും. നമ്മൾ ഇത്രയും ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ലോസ് വന്നു, ആക്ച്വൽ പ്രകാരം എത്ര ലോസ് വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആക്ച്വൽ പ്രകാരം ആദ്യം കാണാം അല്ലേ? എത്ര കിലോഗ്രാം റോ മെറ്റീരിയൽ ഇൻപുട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, എത്ര കിലോഗ്രാം സിമെൻ്റ് ഇട്ടു. ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് ചോദിക്കുന്നത് കേട്ടോ. എത്ര ഇട്ടു? 90 അല്ലേ? അല്ലടാ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ A+B. എ എത്രയാ? 90. ബി എത്രയാ? 110. അപ്പോൾ ടോട്ടൽ എത്രയാ? 200. എന്നിട്ട് മൈനസ് ഔട്ട്പുട്ട് എത്രയേ വന്നുള്ളൂ? 189 അല്ലേ? അപ്പോൾ എത്രയാണ് ലോസ് വന്നത്? 11 അല്ലേ? ക്ലിയർ അല്ലേ? 11 യൂണിറ്റ് എന്താണ് ലോസ്? ക്ലിയർ?
അടുത്ത ചോദ്യം, ഈ ലോസിനെ ഒരു പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ? പേഴ്സൻറ്റേജ് ഓഫ് ലോസ് ഓൺ ഏതാ ഇൻപുട്ട്, അങ്ങനെയല്ലേ കണക്കാക്കണ്ടേ? ഇൻപുട്ട് എത്ര ഇട്ട്? 200 അല്ലേ? എന്നിട്ട് 11 വന്ന്. അപ്പം എങ്ങനെ കാണാം? 11 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു എത്ര? 100. എത്ര പെർസെൻറ്റേജ് വരും? 5. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്ത്? ആക്ച്വൽ ലോസ്. ആക്ച്വൽ ലോസ് എത്ര പെർസെൻറ്റേജ് വന്ന്? 5.4. എന്നാൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഇൻപുട്ട് എത്രയാ കൊടുക്കേണ്ടിയിരുന്നത്? A+B. നമ്മൾ കണ്ടെത്തിൻ്റെ സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു? 200. അങ്ങനെ ഡയറക്റ്റ് ഇടാൻ മതിയല്ലോ അല്ലേ? അതോ വേണമെങ്കിൽ ഇതുപോലെ എഴുതാം. 84 പ്ലസ് എത്ര? 126. അങ്ങനെ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 210. എന്നാൽ ഇതിനും ഔട്ട്പുട്ട് വന്ന ഒന്നല്ലേ അല്ലേ? 189. അപ്പോൾ ലോസ് എത്ര? 21. ഓക്കെ അല്ലേ? ഇതിനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് എങ്ങനെ പറയും? 21 ഡിവൈഡഡ് ബൈ 210 ഇൻറ്റു 100 എത്ര? 10% ലോസ് അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച ലോസ് എത്രയാ? 10%. പക്ഷെ ആക്ച്വലി എത്രയേ വന്നുള്ളൂ? ഹാപ്പി അല്ലേ? നോക്കി ഹാപ്പി ആണോ അല്ലേ എന്നുള്ളത്. ഇത് ഏത് വേരിയൻസാ? ഈൽഡ് അല്ലേ? ഈൽഡ് വേരിയൻസ് ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ? കാരണം മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ പ്രതീക്ഷിച്ചത് എത്രയാ? നിങ്ങളിട്ട ഇൻപുട്ടിൻ്റെ 5%, 10%. നിങ്ങളിട്ട ഇൻപുട്ടിൻ്റെ 10% എന്ത് വരും? ലോസ് വരും. ക്ലിയർ അല്ലേ? എന്നാൽ ആക്ച്വൽ ഇട്ട ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ നോക്കിയാൽ എത്ര വരുന്നുള്ളൂ? 11%. ഡ്യൂ ടു ദിസ് എന്തായിരിക്കും? ആക്ച്വൽ വരുന്ന 5.5%. അപ്പോൾ നിങ്ങൾക്കൊരു സേവിങ്സ് ഉണ്ടായില്ലേ? എവിടെ? എത്ര ശതമാനം ഉണ്ടായത്? 4.5%. ഇതിൻ്റെ ഈ പെർസെൻറ്റേജിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് എത്ര? അതിൻ്റെ ഫേവറബിൾ എത്ര? 260. 260 ഏത്? ഫേവറബിൾ. ഓക്കെ, എഴുതിക്കോളൂ. ഒരു പണിയുണ്ടേ, ഞാനൊരു നോട്ടെന്ന് പറയാം. അപ്പോൾ എനിക്കിത് ഓഫ് ചെയ്യാമല്ലോ. ഇതിൻ്റെ ഒരു നോട്ട് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളിത് എഴുതിയെടുത്താൽ മതി. സി എന്നല്ല എഴുതിയേ? എന്നാൽ താഴത്തെ എഴുതിക്കും. എഴുതാം. ഫോർ ദ ഔട്ട്പുട്ട് ഓഫ് 189 kilogram. For the output of 189 kilogram. 189 kilogram. The standard input was 210 kilogram. But actual usage of input is only എത്ര ഉണ്ടായുള്ളൂ? ആക്ച്വലി എത്ര ഇൻപുട്ട് ഉണ്ടായത്? 200. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ 210 കിലോഗ്രാം എന്ത് ചെയ്തോളൂ? ഉപയോഗിച്ചോളൂ. പക്ഷെ അവരെന്ത് ചെയ്തു? 200 ഉപയോഗിച്ചിട്ട് എത്രയാണോ പ്രതീക്ഷിച്ചത്, എത്രയാണ്? 189 അല്ലേ? അത്ര തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അവർ കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചോളൂ, ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും. അത്ര അവരുടെ മിടുക്ക്. ഓക്കെ അല്ലേ? പിന്നെ ഇപ്പം മറ്റേ കരിക്കിൽ മറ്റോ ഉണ്ടാക്കിയമാരൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ്. ക്വാളിറ്റിയിൽ എന്ത് ചെയ്യരുത്? കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, എന്താ എഴുതിയ? ബട്ട് ആക്ച്വലി എത്രയാ യൂസേജ്? എത്രയാ? 200. ഓക്കെ അല്ലേ? എന്നിട്ട് എഴുതാ ഫുൾ സ്റ്റോപ്പ് ഇട്ട്. The expected loss was 10%. But the actual loss എത്ര ഉള്ളൂ? 5.5. Actual loss is 5.5. There is a savings in
loss. There is a savings in loss of 4.5%. This is represented as 260 favorable. This is represented as 250 favorable. ഇനി മറ്റേ ക്വസ്റ്റ്യൻ प्लीज जल्दी करो, जल्दी वाइचो क्वेश्चन. നിങ്ങളെ ചിരിക്കാനും പഠിക്കാനും നിൽക്കില്ല, സ്പീഡാക്കി വായിച്ചു നോക്കൂ. ഡു വാട്ട് ഐ സേ. അടുത്ത ക്വസ്റ്റ്യനിൽ സോറി